പ്ലീസ്, ഒരേ ഒരു തവണ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം. മതിയായില്ലേ നിങ്ങൾക്ക്? ഇനി എന്താ വേണ്ടത്? ഇന്ദു, സത്യം നീ അറിയണം. സത്യം ഒരിക്കൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞതല്ലേ? ലോകം മുഴുവൻ കേൾക്കേ. എന്റെ ലക്ഷ്മിയെ. ഇന്ദു പ്ലീസ്. അഭിനയം വേണ്ട. നിങ്ങളതിന് മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്നേക്കാൾ ഇഷ്ടം ലക്ഷ്മിക്ക് നിങ്ങളെ ആയിരുന്നില്ലേ? സ്വന്തം ഏട്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ കൈ തൂങ്ങി നടന്ന അവളെ എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക്? ഇന്ദു, ഞാനത് ചെയ്തിട്ടില്ല. ഒരു തെറ്റ് ഞാൻ ചെയ്തു. പ്രായത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു ത്യാഗം, സുഹൃത്തുക്കൾക്ക് വേണ്ടി. ഞാനത് ഏറ്റെടുത്തു പോയി. ഏറ്റുപറച്ചിലാണോ? അത് ഇത്രയും വൈകി? അല്ലെന്തോ സത്യം. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, നഷ്ടം നിനക്കും എനിക്ക് മാത്രമായിരുന്നു. ഇതൊന്നും പറഞ്ഞ നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇതിനൊന്നും ശ്രമിക്കാതിരുന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മനസ്സ് നിറയെ ശൂന്യതയായിരുന്നു. ലക്ഷ്യമില്ലാതെ ഒരുപാട് അലഞ്ഞു. അങ്ങനെ ഒരു തീർത്ഥാടനത്തിനിടയിലാണ് ഉണ്ണിത്താൻ സാറിനെ കണ്ടത്. സാറിൽ നിന്ന് ഞാൻ അറിഞ്ഞു, ഞാനെടുത്ത തെറ്റായ ഒരു തീരുമാനം ഇന്ദുവിൻ്റെ ജീവിതത്തെ എത്രമാത്രം തകർത്തു എന്ന്. ഈ ലോകത്ത് മറ്റാരെയും എനിക്ക് ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ ഇന്ദു, നീ സത്യം അറിയണം. നമ്മുടെ ലക്ഷ്മിയെ കൊന്നത് ഞാനല്ല. പിന്നെ ആരാ എന്റെ ലക്ഷ്മിയെ? എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കൊലയാളി എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ 3 സുഹൃത്തുക്കളിൽ ഒരാൾ. അതാരാണെന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വീണ്ടും കോളേജിലെത്തിയത്. ഈ കോമാളി വേഷമൊക്കെ കിട്ടിയത് അതിന്റെ അവസാനമാണ് ഈ നാടകം. നാടകം തീരുമ്പോ നീ കാണും, ഞാൻ നിനക്ക് കാണിച്ചു തരും ലക്ഷ്മിയെ കൊന്നതാരാണെന്ന്. അതുവരെ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ ആരാ എന്നെ ഉപദേശിക്കാൻ? കഴിഞ്ഞോ ലക്ഷ്മി? അത് മതി. എന്നെ ആരും തിരുത്താൻ വരണ്ട. എന്റെ ജീവിതം ഞാൻ തോന്നിയ പോലെ ജീവിക്കും, ഇഷ്ടമുള്ളവരെ കൂടെ, ഇഷ്ടമുള്ള പോലെ. പക്ഷെ അതിവിടെയല്ല, ഈ വീടിന് പുറത്ത്. അതുകൊള്ള സിലബസിലെ സൈക്കോളജിയും വെച്ചുകൊണ്ട് മാഷും പിള്ളേരും കൂടെ കേസ് കളിക്കാൻ ഇറങ്ങിയിരിക്കുക. സർ, 100% ഉറപ്പുള്ളൊരു കാര്യം തെളിയിക്കാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. ഈ മർഡറിന്റെ ഒരു സ്വഭാവം, അതിൽ പപ്പുവിന്റെ നിരപരാധിത്വം എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ കൊലയാളിയുടേത് ഒരു രോഗാവസ്ഥയാവാമെന്ന്. അത് കണ്ടെത്താനാണ് ഈ കുട്ടികളുടെ സഹായത്തോടെ പഴയ സാഹചര്യങ്ങളിൽ ഒന്നൊന്നായി ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ സ്വഭാവം, പെരുമാറ്റം എല്ലാം ഇവൾ അതേപടി പകർത്തുകയായിരുന്നു. ഒരു പ്രീ പ്ലാൻ ഡ്രാമ. ജനിയിലൂടെ ലക്ഷ്മിയെ പുനർജീവിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പപ്പുവിന്റെ ഓർമ്മകളിലുണ്ടായിരുന്ന ലക്ഷ്മിയുടെ സ്വഭാവം, പ്രകൃതം എല്ലാം ജനി ഉൾക്കൊള്ളുകയായിരുന്നു. ലക്ഷ്മി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ബർത്ത്ഡേ ആഘോഷം ഞങ്ങൾ മനഃപൂർവ്വം റീക്രിയേറ്റ് ചെയ്തു. കൊലയാളിയെ പ്രൊവോക്ക് ചെയ്യാൻ അർജുനും ജനിയും പലതവണ പരിശ്രമിച്ചു. ലക്ഷ്മിയുടെ മരണം പോലും ഞങ്ങൾ പുനഃസൃഷ്ടിച്ചു. വളരെ കരുതലോടെ നടത്തിയ ഒരു നാടകം. കൊലയാളിയുടെ മനസ്സിൽ
പഴയ കാലഘട്ടം ഓർമ്മപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു അത്. അത് പരാജയപ്പെട്ടു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, കൊലയാളി ആര് തന്നെ ആയിരുന്നാലും അയാളെ അതിന് പ്രേരിപ്പിച്ച ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്നാൽ ലക്ഷ്മിയെ കൊല്ലാൻ തക്ക എന്തെങ്കിലും ഒരു വിരോധമോ വൈരാഗ്യമോ തൻ്റെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നതായി പപ്പുവിന് അറിയില്ല. ആർക്കും അറിയില്ല. തന്നെയുമല്ല, ലക്ഷ്മിയെ എല്ലാവർക്കും വലിയ കാര്യവുമായിരുന്നു. ആ തിരിച്ചറിവാണ് കൊലപാതകയുടേത് ഒരു രോഗാവസ്ഥയാവാം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ അവർ 4 പേരും ആ കാലഘട്ടത്തിൽ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിലൂടെയും വീണ്ടും ഞങ്ങൾ സഞ്ചരിച്ചു. അവസാനം നാടകം. ഒന്നുറപ്പാണ്, ആ മ്യൂസിക് അതാണ് അയാളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. ഇന്നലെ റിഹേഴ്സൽ സമയത്ത് അതേ മ്യൂസിക് പ്ലേ ചെയ്തപ്പോഴാണ് ഇവൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത്. കൊലയാളി പപ്പുവിന്റെ 3 സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഇപ്പോ അയാൾ അപകടകാരിയുമാണ്. സർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അപകടം വിളിച്ചു വരുത്തല്ലേ? ഡെഫിനറ്റ്ലി. നിങ്ങൾ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കരുത്. ഇത് തീക്കളിയാ. കൈവിട്ട് പോയാ അവന്റെ ഒപ്പം നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു പരാതി എഴുതി തരും, നമുക്ക് അന്വേഷിക്കാം. സാർ, 4 വരി പേപ്പറിൽ എഴുതി തരുന്ന പരാതിക്ക് FIR ഇട്ട് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു കേസല്ല ഇത്. ഇതിന്റെ പിന്നിൽ ഒരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. അത് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റില്ല, അതിലേക്ക് എത്തിച്ചേരാനേ പറ്റൂ. കൊലയാളിയെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഏക മാർഗമാണ് ആ നാടകം. അത് നടന്നേ പറ്റൂ. അവസാന സാധ്യതയാണത്. നാടകം നടക്കട്ടെ, കൂടെ ഞാനും ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ പോലെ ആളെ തിരിച്ചറിഞ്ഞ് മാലയിട്ട് സ്വീകരിക്കാനല്ല, മുഖംമൂടി വലിച്ചൂരി അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ. മുറുക്കി കെട്ടടാവേ. ഒരിക്കൽ മാർഗം കളിച്ച് മാനം പോയതാ. ഈ പ്രസംഗിൽ ഊരിപ്പോയായിരുന്നു മതിയായിരുന്നു. സ്വന്തം അല്ലെങ്കിലും നീ എന്നാ അണ്ടർവെയർ ഇട്ട ഭാഗ്യമായി. എന്റെ പട്ടിയിടും. സ്വന്തം കല്യാണത്തിന് ഇട്ടിട്ടില്ല പിന്നെ. ആ വേദിയിൽ അടുത്തതായി സെക്കൻഡ് BA വിദ്യാർത്ഥിനി രോഹിണി മേനോൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം. കയ്യിറ പോത്തെ. ഇതൊന്ന് കിട്ടിക്കോട്ടെ. നിങ്ങൾ ഓഡിറ്റോറിയത്തിന്റെ പുറകുവശം വഴി പോയാൽ മതി. അർജുൻ, കാര്യം എന്താന്ന് വെച്ചാൽ പറയും. അത് പിന്നെ പറയാം. ഇപ്പൊ പറയുന്ന ചെയ്യും. വീണ ആ CIയോട് സത്യം തുറന്നു പറയാതെ വേറെ മാർഗമില്ലാതായിപ്പോയി. എല്ലാം അറിഞ്ഞു കഴിയുമ്പം അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോ അപ്പു, നമ്മുടെ അറ്റംപ്റ്റ് ഒരുപക്ഷെ വിജയിച്ചേക്കാം. അങ്ങനെ വിജയിച്ചാലും നീ തന്നെ തൂക്കും. കൊലയാളി നിന്റെ സുഹൃത്തുക്കളിൽ ആരായിരുന്നാലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യും. ഒഴിച്ചു മൂടിയതെല്ലാം വീണ്ടും കുത്തിപ്പോക്കും. അറിഞ്ഞുകൊണ്ട് ഇനി ഒരുത്തന്റെ ജീവിതം കൂടി ഈ കളി ഇവിടെ അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. വേദിയിൽ ഇനി ഫസ്റ്റ് ഇയർ PG ഫിലോസഫി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കാർമൻ എന്ന നാടകത്തിന്റെ സംഗീതാവിഷ്കാരം. അതുകൊണ്ട് നമുക്ക് നീ എന്നെ കോപ്പട്ടാക്കി അവിടെ ഐറ്റം അനൗൺസ് ചെയ്തു. വാടാ.